ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ പറഞ്ഞു തരുന്നതിന് മുൻപ് നിങ്ങളിത് അറിയുന്നവരാണെങ്കിൽ, ഓൾറെഡി അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർ കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻസ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത്തില്ല ചെറിയ ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കുള്ളൂ. പലർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എല്ലാ സെറ്റിംഗ്സും കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ പ്രൊഫൈൽസ് കാണാം അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രൊഫൈലുകൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറിൽ അല്ലെങ്കിൽ നിങ്ങളുടേതാണെങ്കിൽ ഒരു വൈറ്റ് തീമിലൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റി നമുക്ക് ഇതിലൊന്ന് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ പ്രൊഫൈൽ ഐക്കണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അങ്ങനെ ഓപ്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. വാൾപേപ്പറിൽ ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ബ്രൈറ്റ് വരുന്നുണ്ട്, ഡാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ് ആണ് വേണ്ടതെങ്കിൽ ആ ബ്രൈറ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കണ്ടില്ലേ ഇതുപോലുള്ള കുറേ പിക്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ബ്രൈറ്റിലാണ് വരുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം നമ്മളൊന്ന് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്കത് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ കളേഴ്സ് അതുപോലെ തന്നെ ഓരോരോ പിക്ചേഴ്സ് നമുക്ക് മാറ്റി മാറ്റി നോക്കാൻ പറ്റും. ഇനി നമ്മൾ ബാക്ക് ചെയ്തിട്ട് ഡാർക്ക് കളറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിലോ ആ ഡാർക്ക് കളർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കളറിൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഏകദേശം ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഓപ്ഷൻ സോളിഡ് കളേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കളേഴ്സ് മാത്രം മതിയെങ്കിൽ, സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം മതിയെങ്കിൽ നമുക്ക് അതും നോക്കാം. ഇവിടെ നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മൈ ഫോട്ടോസ്, നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇതിലുണ്ട്. അതിനുശേഷം താഴെ നമുക്ക് സെറ്റ് വാൾപേപ്പർ എന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റ് വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ വാൾപേപ്പർ ഡിമ്മിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മളത് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ പണ്ടത്തെ പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കണ്ടില്ലേ അപ്പം ഇതേപോലുള്ള ഏത് പ്രൊഫൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കളർഫുൾ ആക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത്, നമ്മൾ സാധാരണ ഫോണിൽ നമ്മൾ സാറിന് ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലേ, നമ്മൾ ഫ്രണ്ട്സിന് സാറിന് ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ല നമ്മളങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെവിടെയാണ് വരുന്നത്, നമുക്ക് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സാധാരണ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകളാണ്. കണ്ടില്ലേ, നമുക്ക് അത് ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് മാത്രമേ വാട്സപ്പ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അഥവാ തെറ്റിയാൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ അതേസമയത്ത് വോയിസ് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആ പറഞ്ഞിരിക്കുന്ന വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മേലോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങൾ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് സെൻഡ് ബട്ടൺ കാണിക്കുന്നുണ്ട്. ആ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് ചെയ്യുക. ഇവിടെ ബാക്ക് ബട്ടൺ കാണിക്കും ഏറ്റവും താഴെ, ആ ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് ബാക്കോട്ട് പോയതിന് ശേഷം പിന്നെ അഗെയിൻ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൊഫൈൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു വോയിസ് ഇവിടെ നിൽക്കുന്നത് കാണാം, സെൻഡ് ആവാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നിട്ട് ഒന്നുകൂടി നമ്മളതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സെൻഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒന്നുകൂടി റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അതാണ് എഡിറ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നമുക്കത് ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ മെസ്സേജ് എടുത്തു, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാണ്, ബുക്ക് നിന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് സാധാരണ അത് നമ്പർ വൈസ് ആയിട്ട് വരണമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്പർ വൈസ് ആയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 ടൈപ്പ് ചെയ്ത് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ
ഓട്ടോമാറ്റിക്കലി 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ വൈസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ബുക്ക്, പെന്ന്, പെൻസിൽ. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ചെയ്ത മാറ്ററിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ ടൈപ്പ് ചെയ്തതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാം പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പിൻ കൊടുക്കുക. പിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് എത്ര കാലത്തേക്ക് പിൻ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ചൂസ് ഹൗ ലോങ് യുവർ പിൻ ലാസ്റ്റ് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ മതിയെങ്കിൽ നമുക്ക് 24 മണിക്കൂർ കൊടുക്കാം, അല്ലെങ്കിൽ 7 ദിവസം വേണമെങ്കിൽ 7 ദിവസം കൊടുക്കാം, അല്ലെങ്കിൽ 30 ദിവസം. അങ്ങനെ 30 ദിവസം വരെ മാക്സിമം നമുക്ക് ഈ മെസ്സേജിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഇപ്പം വാട്സപ്പിൽ ഉണ്ട്. ഇത് നമുക്ക് അൺപിൻ ചെയ്യണമെങ്കിലോ നമുക്ക് അതിൻ്റെ മേലെ തന്നെ ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്തിട്ട് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അൺപിൻ കൊടുത്താൽ അത് അൺപിൻ ചെയ്യാൻ പറ്റും. അതായത് ആ മെസ്സേജ് തന്നെ എടുക്കുക, അതിൻ്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺപിൻ പറഞ്ഞ ഓപ്ഷൻ കാണാം അല്ലേ. ആ അൺപിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അൺപിൻ ചെയ്ത് ഒഴിവാക്കാനും വേണ്ടി സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ശല്യം ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് വാട്സപ്പിൽ സാധാരണ മെസ്സേജുകൾ നമ്മൾ അയക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇങ്ങനെ ആ അയക്കുന്ന സൗണ്ട് ഇങ്ങനെ ടിക്ക് അല്ലെങ്കിൽ പിക്ക് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങളെപ്പോഴും അത് വളരെ നോയ്സൻസ് ആണ്, വളരെ ശല്യം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്കും മറ്റുള്ളവർക്കൊക്കെ, കൂടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സൗണ്ട് വല്ലാതെ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ മൊത്തം സൗണ്ട് നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ബീപ്പ് സൗണ്ട് നമുക്കിങ്ങനെ കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ 3 ഡോട്ട്സ് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൺവെർസേഷൻ ടോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇവിടെ എനേബിൾ ആയി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ടോൺസ് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടോൺ ഓൺ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നോക്കൂ, നമ്മൾ എന്ത് സാധനങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തും ആ ഒരു ടോണ് നമുക്ക് കേൾക്കില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജുകൾ വരികയാണെങ്കിലും നമുക്ക് ആ ടോണ് കേൾക്കില്ല, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ 3 സെറ്റിങ്സുകൾ ഉണ്ടല്ലോ, ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ആ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ പിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ, പിന്നെ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.